Hello dear students, welcome to 5th lecture of Financial Statement of Companies. In this lecture we are going to discuss how to prepare the balance sheet of companies. The last lecture we discussed the preparation of the profit and loss account, how to prepare the profit and loss account of the financial statement of companies. In this lecture we are going to discuss how to prepare the balance sheet of companies. Okay, now before that, what is a company? A company is like an artificial person created by the law. That means it consists of perpetual succession and common seat for its signature, and the common capital comprised of the transfer of shares and carrying the limited liability as per the Indian Companies Act 2013. Okay, and after that we are going to discuss how to prepare the balance sheet of company. And what is a balance sheet? The balance sheet is like a statement showing the profit and loss. It's a statements regarding the assets and liability. Your balance sheet of company means the company's assets and the liabilities. The company have the two important, one is assets and another one is liability. The relationship between these assets and the liability is known as the balance sheet. So one of the important element. And here the company's balance sheet is prepared in the terms of turnover. Depending on the turnover of the companies, the figures appearing in the finance statements may be rounded. നമുക്കറിയാം സാധാരണ കമ്പനിയുടെ ബാലൻസ് ഷീറ്റുകളെല്ലാം ഇൻ ക്രോസ് ആയിരിക്കും, ലാക്സ് ആയിരിക്കും, തൗസൻഡ്സ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോപ്പർ റൂൾസ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്? സപ്പോസ് ലെസ് ദാൻ 100 crores rupees കമ്പനിയുടെ ടേൺ ഓവർ 100 crores താഴെയാണെങ്കിൽ അത് നോർമലി റൗണ്ട് ചെയ്യുക ഇൻ ഹൺഡ്രഡ്സിലോ, തൗസൻഡ്സിലോ, ലാക്സിലോ, മില്യൺസിലോ, ഡെസിമൽസിലോ ആയിരിക്കും. ആൻഡ് സപ്പോസ് 100 crore rupees ഓർ മോർ, അല്ലെങ്കിൽ 100 crores rupees ഉണ്ട്, അല്ലെങ്കിൽ മോർ ആണ്, ഇതിൽ കൂടുതൽ റൗണ്ട് ചെയ്യുക നിയറസ്റ്റ് ഓഫ് ലാക്സ്, മില്യൺ, ക്രോസ് ആൻഡ് ഡെസിമൽ ദറം, അങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഈ റൗണ്ട് ഓഫിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. 100 crores കൂടുതലാണോ, 100 crores താഴെയാണ്, 100 crores ആൻഡ് ഓൺവേസ് ഹൈ ആണെങ്കിൽ അത് റൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെയാണ് ലാക്സിൽ, 100ലും 1000ൽ റൗണ്ട് ചെയ്യാൻ ഇവിടെ ശ്രമിക്കാറുണ്ട്. മുകളിലേക്കാണെങ്കിൽ ലാക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റൗണ്ട് ഓഫിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ ലാക്സിലാണ് റൗണ്ട് ഓഫിൽ വരാം. അപ്പോൾ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്ന നോർമലി ലാക്സ് ആയിരിക്കും, ക്രോസ് ആയിരിക്കും, തൗസൻഡ്സ് ആയിരിക്കും. അപ്പോൾ അതിന് ടേൺ ഓവറിനനുസരിച്ചായിരിക്കും അത് റൗണ്ട് ഓഫ് ചെയ്ത് അവിടെ മീൻസ് കാണിക്കാൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നോർമലി അസറ്റ്സ് നമുക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ ബാലൻസിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് യുവർ അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്, ഇക്വിറ്റി മീൻസ് യുവർ ദ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് നോർമലി ഒരു ബാലൻസ് ഷീറ്റിന്റെ ഇക്വേഷൻസ്. അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റീസ് ആൻഡ് ഇക്വിറ്റി മീൻസ് യുവർ ദ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ റൂളാണ് നോർമലി ഒരു ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷനിൽ എപ്പോഴും ആവശ്യമായിട്ട് വരാം. ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും ആസ് പെർ ദ കമ്പനീസ് ആക്ട് ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് പ്രകാരമാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഫോമാറ്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ലെറ്റ്സ് സീ ദിസ് ഫോമാറ്റ്. നമുക്കറിയാം ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത് ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും, അസറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫോമാറ്റ് ആണ് യൂസ് ചെയ്യുക. ദ ഫോമാറ്റ് ഇസ് ദ ഫസ്റ്റ് പെർട്ടിക്കുലേഴ്സ്, നോട്ട്സ്, കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ. ആ ഒരു നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്ത അവിടെ ചെയ്ത അതേ ഫോമാറ്റ് തന്നെയാണ്. പർട്ടിക്കുലേഴ്സ് ഉണ്ടായിരിക്കും, നോട്ട് ഉണ്ടായിരിക്കും, കറണ്ട് ഇയർ ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ എഴുതുക ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. ആദ്യം ഇക്വിറ്റീസ് നമ്മൾ എഴുതണം. ഇക്വിറ്റീസ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇക്വിറ്റീസ് ആണ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ ആദ്യം എഴുതും. അതിൽ ആദ്യത്തെ നമ്പർ ആയിട്ട് നമ്മൾ കോട്ട് ചെയ്യും 1 റെപ്രസെന്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് എഴുതും. ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കും ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റി. ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് മുഴുവൻ ഇക്വിറ്റീസ് ലയബിലിറ്റീസ് ആയിരിക്കും. അതിൽ ആദ്യത്തെ എലമെന്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് നമ്മൾ എഴുതുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? 1 is ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, പെയ്ഡ് ക്യാപിറ്റൽ, അങ്ങനെ വരുന്ന നമ്മുടെ ഷെയർ ക്യാപിറ്റൽ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ആൻഡ് അരിയേഴ്സിനെ കുറയ്ക്കണം, ഫോർ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അത് അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലും എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഇയർ മാത്രം ആവശ്യം വരുള്ളൂ, പ്രീവിയസ് ഇയറിന് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഫോമാറ്റിലാണ് നമ്മൾ കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും കാണിക്കുക. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കറണ്ട് ഇയേഴ്സ് മാത്രം ആവശ്യം വരുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് ആദ്യം എഴുതാൻ പോകണമെങ്കിൽ ആദ്യത്തെ ഐറ്റം ഷെയർ ക്യാപിറ്റൽ ആണ് എഴുതുക. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ അരിയേഴ്സ് കുറയ്ക്കണം, ദെൻ ഫോർ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. അതിനുശേഷം രണ്ടാമത്തെ എലമെന്റ് ആണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഒരു കമ്പനിയെ പോയിന്റ് എന്തൊക്കെ റിസർവ്സുകളും സർപ്ലസുകൾ ഉണ്ട് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് റിസർവ് സർപ്ലസ്, എല്ലാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലാണ് എഴുതുന്നത്. ദെൻ തേർഡ് വൺ മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറന്റ്സ്. മണി റിസീവ് ചെയ്ത ഷെയർ വാറന്റ് അഗെയിൻസ്റ്റ് ആയിട്ട് മണി റിസീവ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കണം. ആൻഡ് ഫോർത്ത് വൺ ഈസ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഒരു കമ്പനിയെ സംബന്ധിച്ച്. മറ്റുള്ള കമ്പനിന് ഹോൾഡിംഗ്സ് ഉണ്ടെങ്കിൽ അവിടെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നമ്മൾ അവിടെ കാണിക്കണം. അപ്പോൾ ഇത്ര എലമെന്റ്സുകളാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എഴുതുക. അതിനുശേഷമാണ് ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ്. രണ്ടാമത്തെ ഐറ്റം ആണ്
നമുക്ക് ഇക്വിറ്റീസിൽ വരുന്ന രണ്ടാമത്തായിട്ട് ഇക്വിറ്റീസ് ലയബിലിറ്റീസ് രണ്ടാമത്തായിട്ടാണ് ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്. ഷെയർ അപ്ലിക്കേഷൻ മണി ഉണ്ട്, അലോട്ട്മെന്റ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്, അത് നമ്മൾ കാണിക്കണം. ആൻഡ് തേർഡ് വൺ ആണ് നോൺ കറന്റ് ലയബിലിറ്റി. ഇനി കറന്റ് ലയബിലിറ്റീസ് അല്ലാതെ വരുന്ന നമ്മുടെ ലയബിലിറ്റീസ് നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെ അവിടെ വരും? ലോങ് ടേം ബോറോയിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണിക്കാം. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ശ്രദ്ധിക്കുക, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി നെറ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കാം. നെറ്റാണ് അവിടെ കാണിക്കേണ്ട എമൗണ്ട്, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. അതർ ലോങ് ടേം ലയബിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ലോങ് ടേം പ്രൊവിഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. അപ്പോൾ കറന്റ് ലയബിലിറ്റീസ് അല്ലാണ്ട് വരുന്ന എന്തെല്ലാ എലമെന്റ്സ് നമ്മൾ കാണിക്കേണ്ടത് ഇവിടെയാണ്. ദാറ്റ്സ് എ നോൺ കറന്റ് ലയബിലിറ്റീസ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് കറന്റ് ലയബിലിറ്റി. അതിന് ശേഷമാണ് കറന്റ് ലയബിലിറ്റീസ് കാണിക്കാം. അവിടെ നമുക്ക് കാണിക്കാം ഷോർട്ട് ടേം ബോറോയിങ്സിനെ കാണിക്കാം, ടാക്സ് ട്രേഡ് പേബിൾ കാണിക്കുക, ബിൽസ് പേബിളും ക്രെഡിറ്റേഴ്സും കൂടി നമുക്ക് നോർമലി കൂടിയാണ് കാണിക്കുക. ആ ബിൽസ് പേബിളും ക്രെഡിറ്റേഴ്സും ട്രേഡ് പേബിൾ കാണിക്കാം. അതർ കറന്റ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കാം. അതർ കറന്റ് ലയബിലിറ്റീസ് വേറെ എന്തൊക്കെയോ വരുന്നുണ്ടോ അത് നമുക്ക് ഇവിടെ കാണിക്കാം. ദെൻ ഷോർട്ട് ടേം പ്രൊവിഷൻസ് നമുക്ക് ഇവിടെ കാണിക്കാം. ദാറ്റ് മീൻസ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, പ്രപ്പോസ് ഡിവിഡൻഡ് ടാക്സ്, ഇതൊക്കെ നമുക്ക് പ്രൊവിഷൻസ് ആയിട്ട് വരാം. ആ പ്രൊവിഷൻസ് മുഴുവൻ നമുക്ക് ഇവിടെ കാണിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽസ് എടുക്കുക. കറന്റ് ഇയർ ആണെങ്കിൽ കറന്റ് ഇയർ ടോട്ടൽ എടുക്കുക, പ്രീവിയസ് ആണെങ്കിൽ പ്രീവിയസ് ടോട്ടൽ എടുക്കുക. അതാണ് ഇക്വിറ്റീസ് ലയബിലിറ്റി. ദാറ്റ് മീൻസ് നമ്മുടെ ലയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ ആയിട്ട് വരും. നമുക്കറിയാം ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ആണ് നോർമലി അതിനെ പറയുക. അപ്പോൾ ഈ ഹെഡ് നമ്മുടെ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ലയബിലിറ്റീസ്, ഇവിടെ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്, ഇക്വിറ്റി ക്യാപിറ്റലും ലയബിലിറ്റീസ് മുഴുവൻ ഇവിടെ കാണിക്കുന്നു. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ് സർപ്ലസ്, മണി റിസീവ്ഡ് അഗൈൻ ഷെയർ വാറന്റ്, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഇവിടെ കാണിക്കുന്നു. അതിനുശേഷം ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ് കാണിക്കുന്നു. നോൺ കറന്റ് ലയബിലിറ്റീസിനെയും കാണിക്കുന്നു. ലോങ് ടൈം ബോറോയിങ്സ്, നോൺ കറന്റ് ലയബിലിറ്റീസ്, നോൺ ഡിഫേർഡ് ടാക്സ്, അതർ ലോങ് ടൈം പ്രൊവിഷൻസ്, ലോങ് ടൈം പ്രൊവിഷൻസ്, ഇതെല്ലാം നമ്മളിവിടെ കാണിക്കുന്നു. അതിനുശേഷം കറന്റ് ലയബിലിറ്റീസിനെ കാണിക്കുന്നു. ഷോർട്ട് ടൈം ബോറോയിങ്സ്, ട്രേഡ് പേയബിൾ, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, അതർ കറന്റ് ലയബിലിറ്റി, ഷോർട്ട് ടൈം പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, പോസ്റ്റ് ഡിവിഡൻഡ് ടാക്സ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കാനുള്ള ഫ്രീഡം. അതിനുശേഷം അതിന്റെ ടോട്ടൽ എടുക്കുന്നു. ആ ടോട്ടലാണ് നമ്മുടെ ഇക്വിറ്റീസ് ലയബിലിറ്റീസിന്റെ ടോട്ടലായിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇക്വിറ്റി സൈഡ് ആദ്യം കണ്ടുപിടിക്കും. ഈ ഫോമാറ്റ് പ്രകാരമാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഫോമാറ്റ്. ഈ ഫോമാറ്റ് പ്രകാരമാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രീവിയസ് ഇയറിന്റെ ആവശ്യമില്ല, കറന്റ് ഇയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ അടുത്ത് അസറ്റ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, ഈ ടേബിളിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് എഴുതേണ്ടത് നമ്മൾ. അപ്പോൾ ഞാനിവിടെ സ്പേസ് ചെയ്യാത്തതുകൊണ്ട് അടുത്ത ഷീറ്റിൽ കാണിച്ചുള്ളൂ. കണ്ടിന്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ, ദാറ്റ്സ് അസറ്റ്സ്. അസറ്റ്സ്, ദ ഫസ്റ്റ് വൺ, ദാറ്റ്സ് എ നോൺ കറന്റ് അസറ്റ്സ്. ഓക്കെ, ദ നോൺ കറന്റ് അസറ്റ്സ് ആണ് നമ്മൾ ആദ്യം കാണിക്കുക. നോൺ കറന്റ് അസറ്റ്സിൽ ആൻഡ് ദാറ്റ്സ് എ ഫസ്റ്റ് വൺ, ദാറ്റ്സ് എ ഫിക്സഡ് അസറ്റ്സ്. നമ്മൾ ഫിക്സഡ് അസറ്റ്സ് ആണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വരും, ടാഞ്ചിബിൾ അസറ്റ്സ് വരും, ക്യാപിറ്റൽ, വർക്ക് ഇൻ പ്രോഗ്രസ് വരാം, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അഗൈൻ ഡെവലപ്മെന്റ്സ് വരാം, എന്ത് വേണമെങ്കിൽ കാണിക്കാം. ഫിക്സഡ് അസറ്റുകളാണ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്തത്. അത് നോൺ കറന്റ് അസറ്റ്സുകളല്ല, നമ്മൾ ഫിക്സഡ് അസറ്റുകളാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. അപ്പോൾ ഫിക്സഡ് അസറ്റുകളിൽ ടാഞ്ചിബിൾ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അങ്ങനെ എന്ത് ഫിക്സഡ് അസറ്റോ അത് മുഴുവൻ നമ്മൾ ഇവിടെയാണ് കാണിക്കുക. ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, ക്യാപിറ്റൽ, ഇൻടാഞ്ചിബിൾ അണ്ടർ ദ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഇവിടെ കാണിക്കും. അതിന്റെ നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, നമുക്ക് നോൺ കറന്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് അവിടെ കാണിക്കാം. ഡിഫേർഡ് ടാക്സ് അസറ്റ്സ് ഉണ്ടെങ്കിൽ, നെറ്റ് ഡിഫേർഡ് ടാക്സ് അസറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണിക്കാം. ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ടെങ്കിൽ കാണിക്കാം. ലോൺസ് ആൻഡ് അഡ്വാൻസ് നമ്മുടെ അസറ്റ്, ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസ് നമുക്ക് ഇവിടെ കാണിക്കാം. ദെൻ അതർ നോൺ കറന്റ് അസറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ ഫിക്സഡ് അസറ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ്. ഫിക്സഡ് അസറ്റുമായി റിലേറ്റ് എല്ലാ ട്രാൻസാക്ഷൻസ്, എല്ലാ എലമെന്റ്സും നമുക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ കറന്റ് അസറ്റ്സുകൾ ഉണ്ടെങ്കിൽ കറന്റ് അസറ്റ്സ് കാണിക്കാം. നമുക്കറിയാം കറന്റ് അസറ്റ്സുകൾ, സ്റ്റോക്ക്, ഡെപ്റ്റസ്, എന്ത് വേണമെങ്കിൽ വന്നോട്ടെ. കറന്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെന്ററീസ്, ട്രേഡ് റിസീവ്, ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതൊക്കെ നമുക്ക് ഇവിടെ വരുന്നു. ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസ്, ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റിനും, ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസിനും കറന്റ് അസറ്റ്സിനും കാണിക്കണം. അതർ കറന്റ് അസറ്റ്സിനും അതർ കറന്റ് അസറ്റ്സ് കാണിക്കണം. അപ്പോൾ നമ്മുടെ അസറ്റ് സൈഡിൽ വരുന്ന ഫിക്സഡ് അസറ്റുകളും കറന്റ് അസറ്റ്സുകളും ആണ് ഇവിടെ കാണിക്കുന്നു. ആ ഫിക്സഡ് അസറ്റ്സും കറന്റ് അസറ്റ്സും എഴുതിയതിന് ടോട്ടൽ എടുക്കുകയാണ് ചെയ്യുന്നത്. കറന്റ് ഇയറും പ്രീവിയസ് ഇയർ, അതിനെ മാറ്റത് കറന്റ് ഇയറും ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ടേബിൾ. ഇതിന്റെ താഴെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ അസറ്റ്സ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കറന്റ് ഇയറും പ്രീവിയസ് ഇയർ നമ്മൾ കാണിക്കുന്നു. നോട്ട്സ് ഉണ്ടെങ്കിൽ ആവശ്യമാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത് നോട്ട്സുകൾ ഉണ്ടെങ്കിൽ നോട്ട്സ് ആവശ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അസറ്റ് സൈഡിൽ പ്രിപ്പയർ ചെയ്യുക. അവിടെ നമ്മൾ കറന്റ് അസറ്റ്സുകളും ഫിക്സഡ് അസറ്റുകളും ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ ഒക്കെ വരുമ്പോൾ അത് കുറച്ച് എഴുതാനുള്ള, നമുക്കറിയാം കുറച്ച് നമ്മൾ എഴുതാനുള്ള എലമെന്റ്സ് കാണിക്കാറുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനുള്ളതിനും കുറയ്ക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സുകളെല്ലാം ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ഫിക്സഡ് അസറ്റുകളും കറന്റ് അസറ്റ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എലമെന്റ്സ് ആണ് നമുക്ക് അസറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നോർമലി ബാലൻസ് ഷീറ്റിന് ടോട്ടൽ സെയിം ആയിരിക്കും. അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡ് എടുത്തു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ബാലൻസ് ഷീറ്റ് ടാലി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2003 വരുന്ന ഫോമാറ്റ്. ഈ ഫോമാറ്റ് പ്രകാരമാണ് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യേണ്ടത്.
ഇങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വിറ്റീസ് ലയബിലിറ്റീസ് പ്രിപ്പയർ ചെയ്യുന്നു. ഇക്വിറ്റി ലയബിലിറ്റീസിന് ആഫ്റ്റർ ദാറ്റ് അസറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നു. അസറ്റ്സുകളുടെ ടോട്ടൽ എടുക്കുന്നു. ദെൻ അസറ്റ് ടോട്ടൽസ് എടുക്കുന്നു, ലയബിലിറ്റീസ് ടോട്ടൽ എടുക്കുന്നു. രണ്ട് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഓക്കെ ആണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. Okay, this is the format of the balance sheet of the companies. After that, we are discussing some explanatory note of the balance sheet. Okay, the first one is the share capital. The share capital means നമുക്കറിയാം എന്തെല്ലാം ഷെയർ ക്യാപിറ്റൽ വരുന്നു. ഷെയർ ക്യാപിറ്റൽ മീൻസ് അതിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വരാം, ഇഷ്യൂഡ് ക്യാപിറ്റൽ വരാം, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വരാം, പെയ്ഡ് ക്യാപിറ്റൽ വരാം. ഇതെല്ലാം നമ്മുടെ ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഐറ്റം ഷെയർ ക്യാപിറ്റൽ ആണ്. ഈ ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഇതെല്ലാം എഴുതാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കേണ്ട കോൺസ്റ്റന്റ് ഇയേഴ്സും ഫീച്ചേഴ്സും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറക്കരുത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് റിസർവ് സർപ്ലസ്. എന്തെല്ലാം റിസർവ്സ് ആൻഡ് സർപ്ലസ് കൺസിഡർ ചെയ്യാം? ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, റിവാലുവേഷൻ റിസർവ്, ഷെയർ ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്സ് ആൻഡ് ജനറൽ റിസർവ്, ടാക്സ് റിസർവ്. അപ്പോൾ എന്തെല്ലാം റിസർവ്സ് ഉണ്ടോ നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ് കാണിക്കുക. ആൻഡ് സർപ്ലസ് ദാറ്റ് ഈസ് എ ബാലൻസ് ഇൻ സ്റ്റേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് സർപ്ലസിലേക്ക് നമ്മൾ മാറ്റുന്ന എമൗണ്ട് ഉണ്ടാക്കി. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഭാഗം നമ്മൾ എവിടേക്ക് മാറ്റും? സർപ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കണം. അങ്ങനെയുള്ള എലമെന്റ്സുകൾ എവിടെ കാണിക്കണം? റിസർവ് സർപ്ലസിൽ കാണിക്കുക. സർപ്ലസ് ദാറ്റ് ഇസ് എ ബാലൻസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ആ സർപ്ലസ് ട്രാൻസ്ഫർ ടു സർപ്ലസ് റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ കാണിക്കണം? റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കാണിക്കണം. Okay, then interim dividend, proposed dividend are deduct in the net profit and adjust in the reserves and surplus. നമുക്ക് ഇന്റർ ഡിവിഡൻഡ് പ്രപ്പോസ് ഡിവിഡൻഡ് ഒക്കെ വരും. അത് നമ്മൾ പ്രോഫിറ്റ് ഡിഡക്ട് നെറ്റ് പ്രോഫിറ്റിന് കുറച്ച് ആൻഡ് അഡ്ജസ്റ്റ് അത് റിസർവ്സ് ആൻഡ് സർപ്ലസ് അഡ്ജസ്റ്റ് ചെയ്യണം. സാധാരണ ഇന്റീരിയർ ഡിവിഡൻറ്റും പ്രപ്പോസ് ഡിവിഡൻറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് അത് നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? റിസർവ്സ് ആൻഡ് സർപ്ലസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. Then tax paid അത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നിന്ന് കുറയ്ക്കും ആൻഡ് അഡ്ജസ്റ്റ് ഇൻ ദ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ടാക്സ് പെയ്ഡുകൾ വരുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നിന്ന് കുറച്ച് അത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ അഡ്ജസ്റ്റ്. അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും റിലേറ്റ് ചെയ്യുന്നൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇന്റീരിയർ ഡിവിഡൻറ്റും ടാക്സ് പെയ്ഡും പ്രപ്പോസ് ഡിവിഡൻറ്റ് എല്ലാം. അപ്പോൾ അതെല്ലാം നെറ്റ് പ്രോഫിറ്റ് നിന്ന് കുറച്ചുകൊണ്ട് ആ കുറച്ച് വരുന്ന എമൗണ്ട് എവിടെ കാണിക്കണം? കുറച്ചിട്ട് വരുന്ന ആ എമൗണ്ടുകൾ നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? റിസർവ്സ് ആൻഡ് സർപ്ലസിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ബാധിച്ചിട്ടാണ്. ആൻഡ് മൂന്നാമത്തെ എലമെന്റ് മണി റിസീവ്ഡ് അഗെയിൻ ഷെയർ വാറന്റ്. A share warrant is like a financial instrument which is given the holders right to acquire the equity share. Equity shares വാങ്ങിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ഷെയർ വാറന്റ് എന്ന് പറയുന്നത്. A disclosure of the money received against share warrants to be made since the share are yet to be allotted against share warrant. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന മണി, കിട്ടുന്ന പൈസ നമ്മൾ ഷെയർ വാറന്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ എവിടെ കാണിക്കണം? നമ്മുടെ ലയബിലിറ്റീസിൽ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റീസ് ലയബിലിറ്റീസിൽ കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് മൂന്നാമത്തെ ഐറ്റം. ആൻഡ് ഫോർത്ത് വൺ ഈ ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്. നമുക്ക് പലപ്പോഴും പറയാറുണ്ട്, ഇഫ് ദ കമ്പനി ഹാസ് ഇഷ്യൂ ദ ഷെയർസ് വാട്ട് ദ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് ഫാൾസ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. നമുക്ക് പലപ്പോഴും കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ദ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് ഷെയർസ് അലോട്ട് ചെയ്യണ സമയം ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷമാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആ ഡേറ്റ് അലോട്ട് ചെയ്യുന്നെങ്കിൽ സച്ച് അപ്ലിക്കേഷൻ മണി ഈസ് നോൺ ആസ് അപ്ലിക്കേഷൻ മണി ഫോർ ദ പെൻഡിങ് അലോട്ട്മെന്റ്. അപ്പോൾ അതിനെ പറയുന്നത് ഷെയർ അപ്ലിക്കേഷൻ മണി ഫോർ ദ പെൻഡിങ് അലോട്ട്മെന്റ്. അത് നമ്മൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൽ കാണിക്കുന്ന എലമെന്റ് ആണ് ഷെയർ അപ്ലിക്കേഷൻ മണി ഓർ ദ പെൻഡിങ് അലോട്ട്മെന്റ്. ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഐറ്റം. അത് നമുക്ക് സാധാരണ വരാറുണ്ട്. പലപ്പോഴും കമ്പനി ഷെയർ ഇഷ്യൂ ബട്ട് ദ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് ഫാൾസ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആണെങ്കിൽ, ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റിന് ശേഷമാണ് നമ്മൾ അലോട്ട്മെന്റ് വരുന്നെങ്കിൽ സച്ച് അപ്ലിക്കേഷൻ മണി നോൺ ആസ് അപ്ലിക്കേഷൻ മണി ഫോർ ദ പെൻഡിങ് അലോട്ട്മെന്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. നമ്മൾ പറഞ്ഞു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ പ്രപ്പോസ് ചെയ്യേണ്ട റെക്കോർഡ് ഇൻ ദ ഹെഡ് ഓഫ് ദ ഷോർട്ട് ടൈം പ്രൊവിഷൻ. നമ്മൾ കാണിച്ചിട്ടുണ്ട് ഷോർട്ട് ടേം പ്രൊവിഷൻ പറയുമ്പോൾ ഞാനത് കാണിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആൻഡ് പ്രപ്പോസ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് ടാക്സ്, ഇതെല്ലാം നമ്മൾ എവിടെ കാണിക്കുന്നതാണ്? ഷോർട്ട് ടൈം പ്രൊവിഷനിൽ കാണിക്കുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, and long term borrowing shall be classified bond, debentures, term loans, bank deposit, long term maturity, financial lease obligation and other loans and advances. Long term borrowings എന്ന് പറഞ്ഞാൽ അവിടെ ബോണ്ട് വരാം, ഡിബഞ്ചേഴ്സ്, ടേം ലോൺസ്, ബാങ്ക് ഡെപ്പോസിറ്റ്, ലോങ് മെച്യൂരിറ്റി, ഫിനാൻഷ്യൽ ലീസ്, ഇതെല്ലാം നമുക്ക് ലോങ് ടൈം ബോറോയിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. ദെൻ അതർ ലോങ് ടൈം ലയബിലിറ്റീസ് ഇൻക്ലൂഡ് ടാക്സ് പേബിളും അതേസൊക്കെ അതർ ലോങ് ടൈം ലയബിലിറ്റീസിൽ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ടാക്സ് പേബിൾ അതർ ലോങ് ടൈം ലയബിലിറ്റീസ് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. അതർ ലോങ് ടൈം ലയബിലിറ്റീസ് വരുമ്പോൾ നമുക്ക് അതിൽ കാണിക്കാനുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ടാക്സ് പേബിളും കാര്യങ്ങളൊക്കെയും അവിടെ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദെൻ
long-term provisions include provision for the employee benefit and others. ഇപ്പോൾ ലോങ് ടേം പ്രൊവിഷനിൽ ഇൻക്ലൂഡ് പ്രൊവിഷൻ ഫോർ എംപ്ലോയ് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം പ്രൊവിഷനിൽ കാണിക്കാനായിട്ട് സാധിക്കും. ദ ഡിഫേർഡ് ടാക്സ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടാക്സബിൾ ഇൻകം ആൻഡ് ദ റിപ്പോർട്ടഡ് ഇൻകം. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ഉണ്ട്, നമ്മൾ പറയും ലയബിലിറ്റീസ് കാണിക്കും. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് പറഞ്ഞ ഐറ്റം വരുന്നുണ്ട്. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് നമ്മളിവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. സോ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടാക്സബിൾ ഇൻകം ആൻഡ് ദ റിപ്പോർട്ടഡ് ഇൻകം ആണ്. ആ ഡിഫറൻസിനെയാണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് നമ്മളിവിടെ പറയണത്. And the current liabilities include the current financial liabilities, current provision, current tax liabilities. ഇതെല്ലാം current liabilities ൽ വരുന്നതാണ്. Then current assets എന്ന് പറയുന്നത് cash and other assets intend to sale for the consumption, expect to realize the cash within the 12 months. Within the 12 months നമുക്ക് cash realize ചെയ്ത് വരുന്ന എലമെന്റുകളെല്ലാം നമുക്ക് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളാണ് പറയുക. അതിനെല്ലാം കറന്റ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. കറന്റ് അസറ്റ്സ് ഇൻക്ലൂഡ് ക്യാഷ് ഇക്വലന്റ് അസറ്റ്സ് ഇന്റന്റ് ഫോർ ദ സെയിൽ ഓഫ് ദ കൺസംഷൻ എക്സ്പെക്ട് ടു ബി റൈസ് ഇൻ ദ ക്യാഷ് വിത്തിൻ ദ 12 months. ആ വിത്തിൻ 12 months നമുക്ക് കിട്ടുന്ന ആ എലമെന്റുകളെല്ലാം കറന്റ് അസറ്റിന്റെ ഭാഗമായിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഇൻവെന്ററീസ് നമുക്കറിയാം സ്റ്റോക്ക് ആണ്. കൺസംഷൻ പ്രൊഡക്ഷൻ വിച്ച് കറന്റ്ലി പ്രൊഡക്ഷൻ സൈക്കിൾ ഇറ്റ് ഇൻക്ലൂഡ് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ സ്പെയർ ടൂൾസ്. ഇതെല്ലാം നമുക്ക് ഇൻവെന്ററീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then cash and cash equivalents are related to the bank, cash in hand, check, draft. ഇതൊക്കെ നമുക്ക് cash and cash equivalents ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്ക് ഡെപ്പോസിറ്റ്സ് എല്ലാം ക്യാഷും ക്യാഷ് ഈക്വലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. And trade receivable include unsecured doubtful allowances for the bad debt. Doubtful debt shall be disclosed in the relevance of this set. അപ്പോൾ ടാക്സ് ട്രേഡ് റിസീവബിൾ ഇതെല്ലാം കാണിക്കാം. ട്രേഡ് റിസീവബിൾ നമുക്ക് സെക്യൂർഡും അൺസെക്യൂർഡ് ഡൗട്ട്ഫുള്ളും അലവൻസ് ഫോർ ദ ബാഡ് ഡെപ്റ്റും ഡൗട്ട്ഫുൾ ഡെപ്റ്റും ഷാൽ ബി ഡിസ്ക്ലോസ് അണ്ടർ ദ ഹെഡ് ഓഫ് ദ റെലവൻറ്റ് ഹെഡ്. ആൻഡ് ഷോർട്ട് ടൈം ലോൺസ് എക്സ്പെക്ട് ടു ബി റിലൈസ്. നമുക്കറിഞ്ഞ് കറന്റ് ലയബിലിറ്റി ഷോർട്ട് ടൈം ലോൺസ് ഉണ്ട്. എക്സ്പെക്ട് ടു ബി റിലൈസ് ഇൻ ദ 12 months for the date of the balance is shown in secured loans, unsecured loans. ഇതെല്ലാം നമുക്ക് ഷോർട്ട് ടൈം ലോൺസിൽ കാണിക്കാൻ ഉള്ള പ്രൊവിഷൻസിലാണ്. സെക്യൂർഡ് അൺസെക്യൂർഡ് ലോൺസ് ശ്രദ്ധിക്കേണ്ട പീരീഡ് 12 months ആണ്. ഷോർട്ട് ടൈം എക്സ്പെക്ട് ടു ബി റിലൈസ് വിത്തിൻ ദ 12 months ആണ്. Then other current assets with incorporate and the current assets that do not fit for any other assets. നമുക്കറിയാം നേരത്തെ പറഞ്ഞു ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറന്റ് അസറ്റ്സ് ഉണ്ട്. കറന്റ് അസറ്റ്സുകൾ ഫിക്സഡ് അസറ്റുമാരിലായിട്ട് ഫിക്സഡിൽ കാണിക്കും. ഇനി ഫിക്സഡ് അസറ്റിന് സ്യൂട്ട് ആവാത്ത അസറ്റുകളെല്ലാം കറന്റ് അസറ്റ്സുകളാണ്. കറന്റ് അസറ്റ്സിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു അഡ്ജസ്റ്റ്. അതർ കറന്റ് വിച്ച് ഇസ് ഇൻകോർപ്പറേറ്റ് കറന്റ് അസറ്റ് ദാറ്റ് ഡു നോട്ട് ഫിറ്റ് എനി അതർ അസറ്റ്സ്. And seventh one, very important, promotion expenses, permanent expenses are treated on the head of the intangible assets. നമ്മൾ സാധാരണ പ്രൊമോഷൻ എക്സ്പെൻസും ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ വരണമെങ്കിൽ അത് സാധാരണഗതിയിൽ നമുക്കിവിടെ കാണിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ നമ്മൾ അസറ്റുകളുടെ ഭാഗത്താണ് കാണിക്കുക. ദ പ്രൊമോഷണൽ എക്സ്പെൻസ് ആൻഡ് യു ആർ ദ പെർമനന്റ് എക്സ്പെൻസ് അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിലേക്ക് അത് ട്രീറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കും. അസറ്റുകൾ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ, അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നൊക്കെ അത് കാണിക്കാനുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഷെയർ ക്യാപിറ്റൽ എന്തെല്ലാം വരുന്നു. റിസർവ് സർപ്ലസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്റീരിയർ ഡിവിഡന്റ്, പ്രൊപ്പോസ് ഡിവിഡന്റ്, നെറ്റ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് എന്ന് കുറച്ച് അത് റിസർവ് സർപ്ലസ് അഡ്ജസ്റ്റ് ചെയ്യണം. ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ കുറച്ച് അത് റിസർവ് സർപ്ലസ് അഡ്ജസ്റ്റ് ചെയ്യണം. ദെൻ മണി റിസീവ്ഡ് ഇൻ ഷെയർ വാറന്റ്, ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ് ഡിവിഡന്റ്, ലോങ് ടൈം ബോറോയിങ്സ്, അതർ ലോങ് ടൈം liabilities, long term provisions, deferred tax, then current liabilities, current assetsകൾ എന്തെല്ലാം വരുന്നു, ആ പീരീഡ്, ഇൻവെന്ററീസ് വരുന്ന എലമെന്റുകൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് എന്തെല്ലാം ട്രീറ്റ് ചെയ്യും. ആൻഡ് ട്രേഡ് റിസീവബിൾസ് അതിൽ വരുന്നതല്ല. ഷോർട്ട് ടൈം ലോൺസിന്റെ പീരീഡ് 12 months ആണ്. അതർ കറന്റ് അസറ്റ് വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റ് കറന്റ് അസറ്റ് ദാറ്റ് ഡു നോട്ട് ഫിറ്റ് എനി അതർ അസറ്റ്സ്. And 17th, the promotion expense, permanent expenses are treated under the head of the intangible assets. Okay, these are the important explanatory note regarding the balance sheet. Once again, this lecture is related in the explanation regarding what is a balance sheet. The balance sheet is like a statement relating with the assets and liabilities, and on the basis of turnover, it's one of the important classification. Less than 100 crores of rupees can be expressed in the thousands, and the nearest 100 lakhs and millions, and up to 100 crores onwards, and above the 100 crores expressed nearest of lakhs, million, crores and decimal thereof. And balance sheet is prepared in the format of the accounting equation of the asset equal to equities. Equity means you have the liabilities plus capital.
And the balance sheet point of this is a format. The first you prepare equities, liability, the shareholders. Funds include share application, reserve surplus, money residing in share warrant, non-controlling interest, and share application money pending allotment. Non-current liabilities include long-term borrowings, deferred tax, other long-term liability, long-term provision. And current liability, short-term borrowings, trade payable, other current liability, and short-term provision, that means provision for income tax, proposed dividend and dividend tax, all are the short-term provision. All these total is known as the liability side total. And asset side, there's a two classes between current assets and the fixed asset. A current asset point of view, the tangible, intangible, capital, work in progress, and non-current investment point, deferred tax assets, long-term loans and advances, other non-current assets. All are the part of the fixed asset. And current assets include the current investment, inventory, trade receivable, cash and cash equivalent, short-term loans, and other current assets. These are the other current assets. So these are the classification under the assets, and this is a total of the assets. After these are the important expert note. The first, what is the share capital? The share capital means authorized capital, issued capital, subscribed capital. One of the important element is that when you prepare the share capital, less your cards in arrears and add the forfeiture of the shares. This is very important adjustment. And after the reserve surplus, and one of the important element, interior dividend, proposed dividend are deducted from the net profit and adjust in the reserve surplus. And tax paid is deducted from the net profit and adjust in the reserve surplus. And money received against share warrant, share application money pending allotment, provision for taxation, long-term borrowing, other long-term liabilities, long-term provisions, deferred tax, the differences between the taxable income and reported income, and current liabilities include the current fixed liability, current provision and current liability, current tax liabilities, etc. Current assets include cash and cash equivalent intended for the sale of the consumption expect to be realized in the 12 month, and inventories, cash and cash equivalents, the bank, cash in hand, check draft, etc. And trade receivable, unsecured and secured, and the doubtful debts shall be disclosed in the relevant head. And other current assets which is incorporated the current that do not fit any other current assets. Promotion expenses and promotional expenses are treated on the head of the intangible asset. This is the important notes, explicit notes regarding the balance sheet. So the balance sheets, like a statement, shows the assets and the liability. That is normal format of accounting equations. Asset equal to equity, and equity means you are the liabilities plus you are the capital. Okay, anyway, thank you so much, and thank you for watching me.